ഒക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്നെ ബ്ലോഗറായിട്ട് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ഇപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതുമയുള്ള കഥയാണ്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ മലയാളികൾക്ക് വളരെയധികം പരിചയമുള്ളൊരു കഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഷവർമ്മ. ഷവർമ്മ ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് കിട്ടും. പക്ഷെ ഞാനിവിടെ ദുബായിൽ വന്നിട്ട് ഷവർമ്മ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സ്പെഷ്യാലിറ്റി തോന്നും. നമ്മൾ കണ്ടു പരിചയിച്ച ഈ രുചികളല്ല, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഷവർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ചെറുതായിട്ട് മലയാളി ടേസ്റ്റ് ഉള്ള ഒരു ഷവർമ്മകളാണ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അല്ലാത്തതും ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് മാക്സ് അറബിക് ടച്ചുള്ള ഷവർമ്മകളാണ്. അത് മാത്രമല്ല പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഷവർമാസ് ഞാനിവിടെ കഴിച്ചു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഷവർമ്മയുടെ മാത്രം കഥയല്ല, ഒരു ഫാസ്റ്റ് ഫുഡ്, ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് ഷോപ്സ്, ചെറിയ ചെറിയ കഫ്റ്റീരിയാസ് എന്നാണ് ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് ഷോപ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ചെല്ലാം, അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് നോക്കാം. സംസാരിച്ച് നിൽക്കുന്നില്ല, നമുക്ക് കാഴ്ചകൾ കാണാം. ഇന്നത്തെ ഒരു സ്വാദുള്ള കാഴ്ചയാണ്. ഞാൻ നമ്മുടെ ഷവർമ്മ കഥ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നത് ഫുഡ് ഫെസ്റ്റ് കഫ്റ്റീരിയ എന്ന് പറഞ്ഞിട്ട് അൽ റഫ, ബർദുബായിലുള്ള സ്ഥലമാണ് അൽ റഫ. മങ്കൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പറായിട്ട്. അവിടെ ന്യൂ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതിലുള്ള ഒരു കഫ്റ്റീരിയ ആണ് ഫുഡ് ഫെസ്റ്റ് കഫ്റ്റീരിയ. വളരെ തിരക്കുള്ളൊരു കഫ്റ്റീരിയ ആണ്. എന്തായാലും എന്നോട് നേരത്തെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ന്യൂ ഗോൾഡ് സൂക്ക് ബിൽഡിംഗ്. ഇവിടെയാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്ന ഫുഡ് ഫെസ്റ്റ് കഫ്റ്റീരിയ. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോണത് എന്റെ ബാക്കിൽ കാണുന്ന ഈ കഫ്റ്റീരിയയിലാണ്. അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഷവർമ്മയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. സാധാരണ കുപ്പൂസിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഷവർമ്മയാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത്. ഇവിടെ വളരെ തിന്നായിട്ടുള്ളൊരു കുപ്പൂസിലാണ് അവർ ഷവർമ്മ ഉണ്ടാക്കുന്നത്. ഷവർമ്മ മാത്രമല്ല, ഇവരുടെ ഗ്രിൽ ചിക്കൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു സ്പെഷ്യൽ ചായ ഉണ്ട്, നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ചായ. ഇന്ന് ഞാൻ ഷവർമ്മ എങ്ങനെയാണ്, നമ്മൾ ഷവർമ്മ കാണുമ്പോൾ ഒരു കോണിൻ്റെ ഉള്ളിലെ ഷവർമ്മ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണതും ഒക്കെ കാണാൻ പോവാണ്. ഇതാണ് ഷവർമ്മയ്ക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ. ഇത് ഒരു തലേ ദിവസം രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാക്കിങ് തുടങ്ങുന്നത്. ഇവരൊരു സ്പെഷ്യൽ സീക്രട്ട് റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്യാൻ. അത് ചോദിക്കരുതെന്ന് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ദിവസം ഒരു 40-45 കിലോ ചിക്കനാണ് ഷവർമ്മയ്ക്ക് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നത്. സാദിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷവർമ്മയ്ക്ക് വേണ്ടി ചിക്കൻ അടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ആർട്ടാണ്. അതിന് നല്ല എക്സ്പീരിയൻസ് വേണം. പിന്നെ ചിക്കൻ ഇങ്ങനെ അടുക്കി വരുമ്പോൾ കുറേ ഭാഗങ്ങൾക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതൊക്കെ അവർ കട്ട് ചെയ്ത് ലെവലാക്കി വീണ്ടും മുകളിൽ വെച്ചിട്ട് അങ്ങനെയാണ് ഈ കോൺ തയ്യാറാക്കുന്നത്. ഇദ്ദേഹമാണ് ഫുഡ് ഫെസ്റ്റിലെ ഷവർമ്മ എക്സ്പേർട്ട് ഇർഷാദ്. അദ്ദേഹം ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് നോൺ സ്പൈസി ആയിട്ടുള്ള ഷവർമ്മയുടെ കോണാണ്. ഇതാ വരുന്നു സ്പൈസി ഷവർമ്മയുടെ കോൺ. 2 പേര് ചേർന്നിട്ടാണ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത്.
ഇത് വേറെ എവിടെയും ഞാൻ കഴിച്ചിട്ടില്ല, ഇവിടെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നല്ല സ്പൈസിയാണ്. ഹലോ, വെൽക്കം ടു റൈസ് വെൽ ഓഫ് കളേഴ്സ്, വെൽക്കം ടു ദി ഷോ. എന്താ രണ്ടുപേരും പേര്? ഇർഷാദ്, സുബൈർ. എവിടുന്നാണ് നിങ്ങൾ നാട്ടിലെവിടെയാ? ആ, കോഴിക്കോട്. നമ്മുടെ ചായയിൽ സ്പെഷ്യലായിട്ടുള്ള ഡിസ്കോ ചായ. സൂപ്പർ ചായ ആയിട്ടുണ്ട്, വെറുതെ പറയണതല്ല. ഇതിന്റെ ഡിസ്കോ ചായ എന്നാണ് പറയണത്. നല്ലോണം ഇഞ്ചിയുടെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്, അത് നല്ല ഫ്രഷ് ഇഞ്ചിയുടെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഈ തണുപ്പത്ത് നിന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ എന്ത് തന്നെയായാലും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. എന്ത് തന്നെയായാലും ഈ ഡിസ്കോ ചായ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. കടലിനുള്ളിൽ ഭയങ്കര തിരക്കുമാണ്, അവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്, എക്സോസ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്, നല്ല വെതറാണ്. സോ പുറത്തിറങ്ങി ചായ കുടിക്കാൻ നല്ല രസമുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഗ്രിൽ ചിക്കൻ ആവശ്യപ്പെട്ടിട്ട് വരാറും അവർ ചില സമയത്ത് പാർട്ടികളുണ്ട് ബൾക്കായിട്ട് മേടിച്ചു കൊണ്ടുപോകാൻ. ഇതാണ് ഗ്രിൽ ചിക്കന് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ. ഇതൊക്കെ മീറ്റ് പ്രിപ്പറേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഇവർ ചെയ്യണത്. ഈ മീറ്റ് പ്രിപ്പറേഷൻ ഏരിയയിൽ വെച്ചിട്ട് വേറെ ഒരു കാര്യവും ചെയ്യില്ല, ഈ മീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഗ്രിൽ ചിക്കൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഗണേഷ്. ഗണേഷ് നേപ്പാളിൽ നിന്നുള്ള ആളാണ്. ഇവിടുത്തെ ഗ്രിൽ ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മാരിനേഷന് ഭയങ്കര സ്പൈസി അല്ല, ഭയങ്കര എരിവൊന്നുമില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതാണ് ഞാൻ പറഞ്ഞ തിൻ കുപ്പൂസ്. ഇത് ഇറാനിയൻ കുപ്പൂസാണ്. ഇതിലാണ് ഇവർ ഷവർമ ഉണ്ടാക്കുന്നത്. ഇത് പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്ന് വരുത്തുകയാണ് ചെയ്യുന്നത്. കുക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴേക്കും ചിക്കൻ കുക്കായി തുടങ്ങും. അപ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഷവർമയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് തുടങ്ങാം. കുറച്ച് വെജിറ്റബിളൊക്കെ മിക്സ് ആവും. ഗൾഫ് രാജ്യങ്ങളിലെ എത്രയോ ആൾക്കാർ ഡെയിലി കഴിക്കുന്ന ഒരു ഫുഡാണ് ഷവർമ. അതിന്റെ മെയിൻ റീസൺ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്.
ചിക്കന് ആ ഗാർലിക് ആ പിന്നെ ബട്ടറിൽ മുക്കി റോൾ ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി. ഷവർമയുടെ പാക്കിങ്. ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ് കിട്ടും. ഇത് അവർ അവിടെ ഉണ്ടാക്കുന്നതല്ല, അവർ പുറത്തുനിന്ന് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് ആണ്. ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള സോക്ക് ചെയ്തിട്ടുള്ള നല്ല അധികം എരിവൊന്നും ഇല്ലാത്ത ചില്ലിയാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള വെജിറ്റബിൾസ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പറയാം. ബർഗേഴ്സിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും, ഷവർമയുടെ കൂടെ ഉണ്ടാവില്ല. സാധാരണ ഷവർമാസ് അവർ ഗ്രില്ല് ചെയ്യാറില്ല. ഈ ഷവർമ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഷവർമയാണ്. ഞാൻ മോളിൽ നിന്ന് കവർ തുറന്നിട്ടാണ് നമ്മൾ കഴിക്കുക. പക്ഷെ ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നല്ല സ്പൈസി ആയിട്ടുള്ള ഷവർമയാണ്. ഒരുപാട് സ്പൈസി അല്ല, പക്ഷെ നമ്മൾ മലയാളീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ഷവർമയാണ്. ഗ്രിൽ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ തുടങ്ങി ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഗ്രിൽ ചിക്കൻ റെഡിയാവും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടവർക്ക് ഹാഫ് ചിക്കൻ അല്ലെങ്കിൽ ഫുൾ ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. ഗ്രിൽ ചിക്കൻ്റെ കൂടെ ലെബനീസ് ഗുബൂസ് ആണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഒരു സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ ഉണ്ടാവും.
ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എത്ര ചായ അപ്രോക്സിമേറ്റ്ലി ഒരു ദിവസം വിൽക്കുന്നുണ്ടാവും ഇവിടെ? ചായ വിൽക്കുന്നുണ്ടാവും. നോൺ സ്പൈസി. ഓറഞ്ച് വെക്കണേ. ഓറഞ്ച് ഇതിനുള്ള വെയിറ്റ് ചിക്കൻ മൊത്തം വെയിറ്റ് ചെയ്യാം. കാര്യങ്ങൾ ഇവിടുത്തെ ഡിസ്കോ ചായ, ഇവരുടെ സ്പൈസി ഷവർമ, ഗ്രിൽ ചിക്കൻ. ബർഗേഴ്സ് നല്ലതാണ്, പക്ഷേ ഈ 3 കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഷവർമയുടെ ഒരു സ്റ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്, അതേപോലെ ഗ്രിൽ ചിക്കൻ്റെ ഒക്കെ. നിങ്ങൾ പലരും, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, പലരും ഇത് ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവുക. എന്തായാലും ഒരു രുചികരമായ എപ്പിസോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. മാത്രമല്ല ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.